ഹായ് ഫ്രണ്ട്സ്, ആസിഫാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വാട്സപ്പിൽ വരാൻ പോകുന്ന 8 കിടിലൻ ഫീച്ചേഴ്സുകളാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ചില ഫീച്ചേഴ്സുകളൊക്കെ ബീറ്റാ വേർഷനിൽ ചിലർക്കൊക്കെ കിട്ടിക്കഴിഞ്ഞു ഓൾറെഡി. ഓക്കെ, അപ്പോൾ 8 കിടിലൻ ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്തേക്കുക. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വീഡിയോ തുടങ്ങാം. അപ്പോൾ ഇതിൽ 8 ഫീച്ചേഴ്സുകൾ കിട്ടുവാണ്. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഒന്നാമത്തെ ഫീച്ചർ, നമുക്ക് വാട്സപ്പ് സ്റ്റാറ്റസിൽ ലിങ്ക് പ്രിവ്യൂ കാണാൻ പറ്റും. നമുക്ക് യൂട്യൂബിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും വെബ്സൈറ്റ് ലിങ്ക് അതിൽ സ്റ്റാറ്റസ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ ലിങ്ക് മാത്രമാണ് നമുക്ക് കാണുന്നത്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവം, യൂട്യൂബ് ആണെങ്കിൽ യൂട്യൂബിൻ്റെ വീഡിയോയുടെ നമുക്ക് സംഭവങ്ങളൊക്കെ അതിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. എന്നാൽ ഇനി മുതൽ ലിങ്ക് പ്രിവ്യൂ ആയിട്ട് തന്നെ ആഡ് ആവും വാട്സപ്പ് സ്റ്റാറ്റസിൽ. അങ്ങനെയുള്ളൊരു അപ്ഡേറ്റ് വരാൻ പോവുകയാണ്. പിന്നെ അടുത്ത ഫീച്ചർ, നമുക്ക് പാസ്റ്റ് പാർട്ടിസിപ്പൻസിനെ കാണാൻ പറ്റും. വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഒരുപാട് പേര് ജോയിൻ ആവുന്നുണ്ട്, ഒരുപാട് പേര് ലെഫ്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിൽ ആരൊക്കെ ഉണ്ടായിരുന്നു, മുമ്പ് ആരൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതിൽ നമുക്ക് ആരെങ്കിലും ലെഫ്റ്റ് ആയിട്ട് അറിയാതെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വീണ്ടും ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എത്ര പേര് ആരൊക്കെ ഗ്രൂപ്പിൽ മുമ്പ് ഉണ്ടായിരുന്നു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഗ്രൂപ്പിനകത്ത് അറിയാൻ പറ്റും. അങ്ങനെ ഒരു ഫീച്ചർ കൂടി വരാൻ പോവുകയാണ്. അടുത്തത്, വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്നും ഇനി മുതൽ നമുക്ക് സൈലന്റ് ആയിട്ട് ആരും അറിയാതെ ലെഫ്റ്റ് അടിച്ച് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നമുക്ക് ഗ്രൂപ്പ് അഡ്മിൻസിന് മാത്രം അറിയാൻ പറ്റും. അതിൽ ചെറിയൊരു തിരുത്തുണ്ട്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള പാർട്ടിസിപ്പൻസിനൊന്നും അറിയാതെ നമുക്ക് ലെഫ്റ്റ് അടിച്ചിട്ട് പോകാം. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ഈ വരാൻ പോകുന്ന ഫീച്ചറിൽ നമ്മൾ എക്സിറ്റ് അടിക്കുന്ന സമയത്ത് ഒരു പോപ്പപ്പ് മെസ്സേജ് ആയിട്ട് വരും. അതിനകത്ത് ചോദിക്കും നമുക്ക് അഡ്മിൻസിനെ മാത്രം അറിഞ്ഞാൽ മതിയോ ചോദിക്കും. അതേപോലെ പാർട്ടിസിപ്പൻസിനെ അറിയാത്ത രീതിയിൽ ലെഫ്റ്റ് അടിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് എക്സിറ്റ് അടിക്കാം. മറ്റൊരു കിടിലൻ ഫീച്ചറാണ്, നമുക്ക് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും വേണ്ടാതൊക്കെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിപ്പോൾ ഒരു അഡ്മിന്, ആ ഗ്രൂപ്പിലുള്ള അഡ്മിന് ഡിലീറ്റ് ചെയ്യുന്ന പറഞ്ഞ് കെഞ്ചേണ്ട അവസ്ഥ ഇനി വരില്ല. അഡ്മിനും ഗ്രൂപ്പിൽ വേണ്ടാതെ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അഡ്മിനും അത് ഡിലീറ്റ് ഫോർ എവ്രി വൺ ചെയ്തിട്ട് അത് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അടിപൊളിയായിരിക്കില്ലേ? ഓക്കെ, നെക്സ്റ്റ് ഫീച്ചർ, നമുക്ക് വാട്സപ്പിൽ നിലവിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ 256 പേരെയാണ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത് ഗ്രൂപ്പുകളിൽ. അപ്പോൾ ഇനി പുതിയ വരുന്ന അപ്ഡേറ്റിൽ നമുക്ക് 512 പേരെ ഒരു ഗ്രൂപ്പിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബിഗ് ഫാമിലി ആയിരിക്കും. അതേപോലെ തന്നെ മറ്റൊരു ഫീച്ചർ, വാട്സപ്പിൽ നമുക്ക് ഗ്രൂപ്പ് കോള് ചെയ്യുന്ന സമയത്ത് നിലവിൽ 8 പേരുമായിട്ടാണ് നമുക്ക് ഗ്രൂപ്പ് കോൾ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ പുതുതായിട്ട് വരുന്ന അപ്ഡേറ്റിൽ നമുക്ക് 32 പേരുമായിട്ട് ഒന്നിച്ചിട്ട് വീഡിയോ കോള് ചെയ്യാൻ പറ്റും. പിന്നെ വാട്സപ്പിൽ വരാൻ പോകുന്ന മറ്റൊരു അടിപൊളി ഫീച്ചറാണ്, നമുക്ക് പോൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചോദിച്ചിട്ട്, ഒരു ഉദാഹരണത്തിന് നമുക്ക് മമ്മൂട്ടിയാണോ മോഹൻലാലാണോ ബെസ്റ്റ് എന്ന് വെച്ചിട്ട് ഒരു പോൾ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോള് വാട്സപ്പിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോൺടാക്റ്റിലുള്ളവരൊക്കെ നോക്കും, അതിൽ വോട്ട് ചെയ്യും ആരാണ് ബെസ്റ്റ്, അവർക്ക് ഇഷ്ടമുള്ള താരത്തിനെ അവർ വോട്ട് ചെയ്യും. അതേപോലെ പോൾ ക്രിയേറ്റ് നമുക്ക് വാട്സപ്പിൽ ചെയ്തു വെക്കാൻ പറ്റും. സ്റ്റാറ്റസ് പോലെ അതിൽ കാണാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലും അപ്ഡേറ്റ് വരും. ഓക്കെ, വാട്സപ്പിൽ വരാൻ പോകുന്ന 8ാമത്തെയും അവസാനത്തെയും ഫീച്ചറാണ്, നമുക്ക് ഡിലീറ്റ് ചെയ്യാനായിട്ട് കൂടുതൽ സമയം കിട്ടും. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഡിലീറ്റ് ഫോർ എവ്രി വണ്ണിന് നമുക്ക് 1 മണിക്കൂറാണ് ടൈം കിട്ടുന്നത്. നമ്മൾ ഏതെങ്കിലും മെസ്സേജ് അയച്ചിട്ട് 1 മണിക്കൂറിനുള്ളിൽ നമ്മൾ ഡിലീറ്റ് ഫോർ എവ്രി വൺ ചെയ്യണം. ഓക്കെ, എന്നാൽ പുതുതായിട്ട് വരുന്ന അപ്ഡേറ്റിൽ വാട്സപ്പിൽ നമുക്ക് ഒരു ദിവസം 12 മണിക്കൂറോ 24 മണിക്കൂറോ ആയിട്ട് ഡിലീറ്റിംഗ് ടൈം വർദ്ധിപ്പിക്കും. നമുക്ക് ഒരു ദിവസമോ അല്ലെങ്കിൽ 2 ദിവസമോ ആയിട്ട് നമുക്ക് ഡിലീറ്റ് ഫോർ എവ്രി വൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവും. ഓക്കെ, അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ ഏത് ഫീച്ചറാണ് പെട്ടെന്ന് വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, വീണ്ടും ഇതുപോലുള്ള അടിപൊളി വീഡിയോകളുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോഴേക്കും ടാറ്റ, ബൈ ബൈ.